ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയ ബാബു, റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടുവേദനയെക്കുറിച്ച് പറയാനാണ്. പറയാൻ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ചില ഗൃഹ ഔഷധികൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഔഷധങ്ങൾ വെച്ചിട്ട് മുട്ടുവേദനയും നീരും എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടുവേദന ഏതൊക്കെ തരത്തിൽ വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താ പറയുക, ചില കണ്ടീഷൻസിൽ ഇപ്പോൾ ബോഡിയിൽ കാൽഷ്യം കുറയുക, പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുക, ഇതെല്ലാം മുട്ടുവേദനയ്ക്ക് കാരണമാവുന്നുണ്ട്. പിന്നെ ആമവാദം, സന്ധിവാദം, ഗൗട്ട് തുടങ്ങിയ സന്ധിഗത രോഗങ്ങളെ കൊണ്ടും മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്ക് മെനോപോസിനോടനുബന്ധിച്ച്, അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും മുട്ടുവേദന വരാം. ചില സ്ത്രീകളിലെ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സന്ധിവേദന അല്ലെങ്കിൽ മുട്ടുവേദന വരാറുണ്ട്. തൈറോയ്ഡ് ഫങ്ഷൻസ് കൊണ്ട് മുട്ടുവേദന വരാം. അതേപോലെ തന്നെ അമിതവണ്ണം, അതാണ് പ്രധാന വില്ലൻ. ഈ അമിതവണ്ണം കൊണ്ടും എന്നുവെച്ചാൽ കാൽമുട്ടുകൾക്ക് അല്ലെങ്കിൽ കാലുകൾക്ക് ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയാവുന്നതിലധികമാകുമ്പോഴും മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. ഈ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്ക് എന്നൊന്നുമല്ല. പണ്ടൊക്കെ ആണെങ്കിൽ 50 വയസ്സ് 60 വയസ്സൊക്കെ ആയതിന് ശേഷമാണ് മുട്ടുവേദന പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. 20-25 വയസ്സാകുമ്പോഴേക്കും, എന്തിനേറെ ചെറിയ കുട്ടികൾക്ക്, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇങ്ങനെ എല്ലാം മുട്ടുവേദന വരുന്നുണ്ട്. കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളിൽ ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല, പ്രായത്തിനനുസരിച്ചിട്ട്, പ്രായം കൂടുന്തോറും ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുതലായ തേയ്മാനം രോഗങ്ങൾ, ഇതുകൊണ്ടെല്ലാം മുട്ടുവേദന വരും. തുടയെല്ലും കാലുകളുടെ എല്ലും ചിരട്ട, കാലിൻ്റെ മുട്ടിന് മുൻപിലായിട്ട് കാണുന്ന ചിരട്ട, ഇത് മൂന്നും കൂടി ചേരുന്ന ഭാഗത്തിനാണ് നമ്മൾ മുട്ട് സന്ധി എന്ന് പറയണത്. ഈ ഭാഗത്തുണ്ടാകുന്ന വേദനയാണ് നമ്മൾ മുട്ടുവേദന എന്ന് പറയണതും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരട്ടയോട് ബന്ധപ്പെട്ട് ഉള്ള ലിഗമെൻസിനും ടെൻഡൻസിനും ഉണ്ടാകുന്ന ചതവോ മുറിവോ ഒക്കെ മുട്ടുവേദനയ്ക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതാത് അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഏതൊക്കെ രോഗങ്ങളാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ടിട്ട് ഏതൊക്കെ കാരണങ്ങളെ കൊണ്ടാണ്, ഏത് തരം അസുഖമാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി അറിഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം. അതിനൊന്നും ഒരു മടിയും വിചാരിക്കരുത്. എന്നാലും 1-2 ദിവസം നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ ചില മരുന്നുകൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതിൽ അമിതവണ്ണമാണ് പ്രധാനമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഭക്ഷണ നിയന്ത്രണം, ഓയിലിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം, ജങ്ക് ഫുഡ്സ്, അങ്ങനെയുള്ള ഉപയോഗങ്ങൾ, ഇതെല്ലാം കുറയ്ക്കുക. നന്നായി വർക്കൗട്ട് ചെയ്യുക. ഈ മുട്ടുവേദന വന്നതിന് ശേഷമല്ല ഇതെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. നേരത്തെ തന്നെ വർക്കൗട്ടും ശരീരഭാരം കൂടാതെ നിങ്ങൾ ഒരു നിശ്ചിത ഭാരത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇതിൽ മുറിവെണ്ണ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മുറിവെണ്ണയുടെ ഉപയോഗത്തെക്കുറിച്ചോ ഗുണങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ഡോക്ടറോ വൈദ്യരോ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും, എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് ഈ മുറിവെണ്ണ എന്ന് പറയുന്നതും അതിൻ്റെ ഉപയോഗങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മുട്ടുവേദന വരുന്ന സമയത്ത് കുറച്ച് മുറിവെണ്ണ എടുക്കുക, അതൊന്ന് ചെറിയ ചൂടാക്കുക. ചെറിയ ചൂട്, അധികം ചൂട് പാടില്ല. അത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക. എന്നിട്ടൊരു ജെൻറ്റിൽ മാസേജ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് മാസേജ് ചെയ്യുക. ഇത് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു ചെടിയുടെ ചിത്രം കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് എരിക്കുന്ന്. മിക്കവാറും എല്ലായിടത്തും ഇത് കാണുന്നുണ്ട്. ഒരു കുറ്റിച്ചെടി ആയിട്ടാണ് ഇത് വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇല എടുത്തിട്ട്, ഇല എടുക്കുക, ഒരു 4-5 ഇല എടുക്കുക. എന്നിട്ട് മുറിവെണ്ണ കുറച്ചൊന്ന്, ഞാൻ പറഞ്ഞല്ലോ, നേരിയ ചൂടാക്കിയിട്ട് കാലിൻ്റെ മുട്ടിൽ പുരട്ടാനായിട്ട്. പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഈ എരിക്കിൻ്റെ ഇല പതുക്കെ ഒന്ന് ചൂടാക്കുക. ഒരു അടുപ്പിനടുത്ത് കാണിച്ചിട്ട്, തീയിനടുത്ത് കാണിച്ച് ചൂടാക്കുകയോ അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ച് ചൂടാക്കുകയോ ചെയ്തതിന് ശേഷം ഈ ഇല ഈ മുറിവെണ്ണ പുരട്ടിയ ഭാഗത്ത് പതിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കെട്ടുക.
തുണി ഉപയോഗിച്ച് വേണം ചുറ്റിക്കെട്ടാനായിട്ട്. പിന്നെ മറ്റൊന്ന്, മുട്ടിൽ നീരും വേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ തൊട്ടാവാടിയെക്കുറിച്ച് ഇപ്പോൾ ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഈ തൊട്ടാവാടി വേരോട് കൂടി പറിച്ചെടുക്കുക, കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു കുടത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആവി കാലിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് കുരുമുളക്, വരട്ടുമഞ്ഞൾ, ഉണങ്ങിയ മഞ്ഞൾ പൊടിയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, പിന്നെ വെളുത്തുള്ളി എല്ലാം ഒരു തുല്യ അളവിൽ, ഇപ്പോൾ 50 ഗ്രാം ആണെങ്കിലും 3ഉം 50 ഗ്രാം എടുത്തിട്ട് നന്നായി ചതയ്ക്കുക. ചതച്ചിട്ട് ഇതൊരു ഇങ്ങനെ എന്താ പറയുക, ഒരു തുണിയിൽ കിഴിയായിട്ട് കെട്ടുക. കിഴി കെട്ടിയിട്ട് ഈ അല്പം മുറിവെണ്ണയോ അതല്ലെങ്കിൽ നല്ലെണ്ണ എന്നുവെച്ചാൽ എള്ളെണ്ണ തന്നെയോ ഒരു പാത്രത്തിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം, ചെറുതായി ചൂടാക്കുക എന്ന് പറഞ്ഞാൽ സുഘോഷണമായിരിക്കണം, എന്നുവെച്ചാൽ നമുക്ക് സുഖം തോന്നുന്ന അത്ര ചൂടേ പാടുള്ളൂ. അങ്ങനെ ചൂടാക്കിയ തൈലത്തിൽ ഞാൻ ഈ പറഞ്ഞ കിഴി മുക്കിയിട്ട് കാലിലിങ്ങനെ ഒപ്പി കൊടുക്കുക, കാലിൻ്റെ മുട്ടിലിങ്ങനെ ഒപ്പി കൊടുക്കുക. ഓക്കെ, നമ്മൾ കിഴി കുത്തുക എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നതും ഈ മുട്ടുവേദന കുറയാനായിട്ട്, മുട്ടുവേദനയും നീരും കുറയാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം വരുമ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമായി എങ്കിൽ നല്ല എല്ലാവർക്കും, എന്നുവെച്ചാൽ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.